കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവത്തിന്റെ ഭാഗമായി വടകരയിൽ ഈ മാസം 11-ന് പ്രശസ്ത സംഗീതജ്ഞൻ അടൂർ സുദർശനൻ കച്ചേരി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവത്തിന്റെ ഭാഗമായി വടകരയിൽ ഈ മാസം 11-ന് പ്രശസ്ത സംഗീതജ്ഞൻ അടൂർ സുദർശനൻ കച്ചേരി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമായി നിരന്തരമായി നടന്നൊരു പ്രദേശമായിരുന്നു വടകര. ആ ഒരു പാരമ്പര്യത്തിലേക്ക് വടകര സമീപകാലത്ത് അതിശക്തമായ രീതിയിൽ തിരിച്ചു പോവുകയാണ്. ഒരുപാട് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത്തരമൊരു പരിപാടിയിലെ അതിൻ്റെ ഒരു ചങ്ങനക്കണ്ണിയിലെ ഒരു വലിയ തെളിച്ചമായി മാറുന്ന ഒരു കർണാടക സംഗീതോത്സവം ഈ 11-ാം തീയതി വരുന്ന 11-ാം തീയതി വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത്. കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ, ജില്ലാ കേന്ദ്ര കലാസമിതി എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടക സംഗീതത്തിന്റെ പ്രചാരണത്തിനും ജനകീയമാക്കുന്നതിനും അക്കാദമി നേതൃത്വത്തിൽ പ്രശസ്ത സംഗീതജ്ഞർ 6 കേന്ദ്രങ്ങളിൽ സംഗീത കച്ചേരികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വടകരയിലും വേദിയൊരുങ്ങുന്നത്. ഇത് കേരളം ഒട്ടാകെ നടത്തുന്നൊരു പരിപാടി ആയതുകൊണ്ടാണ് അത് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അതുപോലെ പിന്നെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞു, കോട്ടയത്ത് കഴിഞ്ഞു, പിന്നെ 4ാമത്തെ പരിപാടിയായിട്ട് ഇവിടെ, പിന്നെ ഇനിയിപ്പോൾ കൊല്ലത്തും പാലക്കാടും കൂടി ഇനി ബാക്കിയുള്ളൂ ഇത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഈ പുതുതായി വന്നിട്ടുള്ള യുവാക്കളായിട്ട് വന്നിട്ടുള്ള ഈ കർണാടക സംഗീതജ്ഞന്മാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഈ നമ്മളിവിടെ നടത്തുന്ന അടൂർ സുദർശൻ എന്ന് പറയുന്നത് തന്നെ വലിയ മെറിറ്റുള്ള ഒരാളാണ്. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ സജീവൻ തന്നിട്ടുണ്ട്, അയാളെ പ്രൊഫൈലൊക്കെ തന്നിട്ടുണ്ട്. വലിയ മെറിറ്റുള്ള ആളാണ്. വലിയ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആകാശവാണിയിലെ ടോപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു ഗ്രേഡാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ധാരാളം അനുവാചകന്മാർ, ആ മേഖലയിൽ ധാരാളം അനുവാചകന്മാരുള്ള ഒരാളാണ്. അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കർണാടക സംഗീത കച്ചേരികളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നടന്നു വരുന്നില്ല. ചിലപ്പോൾ അമ്പലങ്ങളിലോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവാം എന്നല്ലാതെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടി നമ്മൾ വിജയിപ്പിച്ചാൽ മാത്രമേ സംഗീത നാടക അക്കാദമിയായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പരിപാടികൾ ലഭ്യമാകുകയുള്ളൂ. ഡിസംബർ 15-ന് തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ കോഴിക്കോട് ജില്ലാ കൺവെൻഷനും അന്നേ ദിവസം വടകരയിൽ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിന് സമീപം ചെത്ത് തൊഴിലാളി യൂണിയൻ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.